എൻ്റെ പേര് അനഘ. ഞാൻ പത്തനംതിട്ടയിൽ നിന്ന് വരുന്നു. ഞാൻ 2024 നവംബർ 8-ാം തീയതിയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുന്നത്. എനിക്ക് അതിന് മുന്നേ കൃപാസനത്തിനെ പറ്റി അറിയാമായിരുന്നു. കാരണം എൻ്റെ അമ്മ 5 വർഷമായിട്ട് ഉടമ്പടിയിലുള്ള ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് പ്രാർത്ഥനാ ജീവിതം അധികം ആ തീഷ്ണതയോടെ ഞാൻ പ്രാർത്ഥിക്കാറൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ എൻ്റെ അമ്മ എൻ്റെ അടുത്ത് പറയായിരുന്നു, 18 വയസ്സ് കഴിഞ്ഞപ്പോൾ തൊട്ട് പറയായിരുന്നു, നീ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കണം, പ്രാർത്ഥിക്കണം എന്നൊക്കെ. അപ്പം ഞാൻ പറയായിരുന്നു, ആരും നിർബന്ധിച്ച് എന്നെ കൊണ്ട് ഉടമ്പടി എടുപ്പിക്കണ്ട, എനിക്ക് മനസ്സ് തോന്നും, എൻ്റെ മനസ്സിൽ തോന്നുവാണെങ്കിൽ മാത്രമേ ഞാൻ ഉടമ്പടി വന്നെടുക്കത്തുള്ളൂ എന്ന് പറയുമായിരുന്നു. അങ്ങനെ കഴിഞ്ഞ വർഷം എനിക്ക് മനസ്സിലിങ്ങനെ ഒരു ചിന്ത വന്നു, എനിക്ക് ഉടമ്പടി എടുക്കണം. പക്ഷേ എനിക്ക് ഇവിടെ വരാനോ ഉടമ്പടി വന്നാൽ പോലും എനിക്ക് ഉടമ്പടി എടുക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. അങ്ങനെ ഭയങ്കര തടസ്സങ്ങളായിരുന്നു എനിക്ക് ഉടമ്പടി എടുക്കാനായിട്ട്. അങ്ങനെ എനിക്ക് നവംബർ ആയപ്പോൾ ഞാൻ തീരുമാനിച്ചു, എന്തായാലും ഞാൻ ഉടമ്പടി എടുക്കും. അങ്ങനെ ഞാൻ ലീവ് എടുത്ത് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞാൻ ആ സമയം ഞാൻ ഫൈനൽ ഇയർ എൻ്റെ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ഞാൻ ഉടമ്പടി എടുത്തത്. അടുത്ത മാസം തൊട്ട് എനിക്ക് സ്റ്റഡി ലീവ് സ്റ്റാർട്ട് ചെയ്യുമായിരുന്നു. അപ്പം ഞാൻ എൻ്റെ പ്രാർത്ഥനയും എൻ്റെ പഠനവുമായിട്ട് മുന്നോട്ട് പോയി. അപ്പം പഠിക്കുന്നതിനിടയ്ക്ക് ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറയായിരുന്നു, എനിക്കിതെല്ലാം കൂടെ ഒന്നിച്ച് പഠിക്കാൻ പറ്റത്തില്ല, അമ്മ മാതാവ് എൻ്റെ തലയിൽ കയറാത്തത് അമ്മ മാതാവ് പഠിക്കണം എനിക്ക് വേണ്ടിയിട്ടെന്ന് ഞാൻ പറയുമായിരുന്നു. ഫസ്റ്റ് ഇയറും സെക്കൻഡ് ഇയറും തേർഡ് ഇയറും ഒക്കെ ഞാൻ എൻ്റെ മെറിറ്റിൽ മാത്രം വിശ്വസിച്ച് പഠിച്ചാൽ മാത്രമേ പാസ്സാവത്തുള്ളൂ, ഇതൊക്കെ ഒരു ലക്കാണ് എന്നൊക്കെ വിചാരിച്ച് പഠിച്ചിരുന്നൊരു വ്യക്തിയാണ്. അപ്പോഴൊക്കെ എനിക്ക് എൻ്റെ ബാച്ചിൽ ഇപ്പോൾ 60 പേരുണ്ടെങ്കിൽ ആ 60ാമത് പാസ്സാവുന്നൊരു വ്യക്തിയായിരുന്നു. അതായത് ഏറ്റവും കുറവ് മാർക്കോടുകൂടി പാസ്സാവുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. അപ്പോൾ ഞാൻ ഇങ്ങനെ മാതാവിൻ്റെ അടുത്ത് പറയായിരുന്നു, എനിക്ക് പഠിക്കാൻ എല്ലാം കൂടെ ഒന്നും എനിക്ക് പഠിക്കാൻ പറ്റത്തില്ല, ഒത്തിരി പഠിക്കാനുണ്ട്, അപ്പം അമ്മ മാതാവ് പഠിക്കണം എൻ്റെ കൂടെ ഇരുന്നൊക്കെ പറയായിരുന്നു. അപ്പം ഞാൻ ഇങ്ങനെ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ അതിൽ ജപമാല ചൊല്ലുന്ന കാര്യങ്ങളൊക്കെ ആൾക്കാർ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും, എനിക്ക് ജപമാല ചൊല്ലാൻ അറിയത്തില്ലല്ലോ, കാരണം ഞാനൊരു ഹിന്ദു മതത്തിലുള്ള ഒരാളാണ്. അപ്പം ഞാൻ ഇങ്ങനെ യൂട്യൂബൊക്കെ നോക്കി ജപമാല ചൊല്ലാൻ പഠിച്ചു. ഞാൻ ഇവിടെ വന്ന് ജപമാല വാങ്ങിച്ചു. അങ്ങനെ ഞാൻ ജപമാല എൻ്റെ പഠനത്തിനോട് കൂടി ഞാൻ ജപമാല ചൊല്ലുകയും സാക്ഷ്യം കേൾക്കുകയും ധ്യാനം കൂടുകയൊക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ പരീക്ഷയുടെ തലേ ദിവസമായി. ഫ്രണ്ട്സ് എല്ലാവരും ഇരുന്ന് ഞങ്ങൾ ഹോസ്റ്റലിൽ ഇരുന്ന് പഠിക്കുക. അപ്പോൾ എനിക്ക് മാത്രം ഒന്നും പഠിച്ചിട്ട് ഒരു പ്രാവശ്യം 2 പ്രാവശ്യമൊക്കെ റിവൈസ് ചെയ്ത കാര്യമാണെങ്കിലും എനിക്ക് ആ രാത്രി എനിക്കതെല്ലാം എടുത്ത് നോക്കിയിട്ട് എനിക്ക് ആദ്യമായിട്ട് ഞാൻ കാണുന്ന പോലെ ഓരോ പേജ് മറിക്കും തോറും ഞാൻ ഇതൊന്നും വായിച്ചില്ലാത്ത പോലെ കാര്യങ്ങൾ പോലെ എനിക്ക് തോന്നി. അപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു. ഞാൻ അവിടെ നിന്ന് കരഞ്ഞു. ഞാൻ വീട്ടിലൊക്കെ വിളിച്ച് കരഞ്ഞു. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു, നീ ഉറങ്ങ്, നിനക്ക് നാളെ രാവിലെ എക്സാമിന് പോകുമ്പോൾ നിനക്ക് ശരിയാവും, നിനക്കൊക്കെ ഓർമ്മ വരും. പക്ഷേ എനിക്ക് അവരൊന്നും പറഞ്ഞ് എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ അപ്പോൾ പിന്നെ ഇരുന്ന് പഠിക്കാൻ ശ്രമിച്ചു. അങ്ങനെ എൻ്റെ മനസ്സിലിങ്ങനെ കുറേ നേരമായിട്ട് ഇങ്ങനെ ആരോ പറയുന്ന പോലെ തോന്നി, നീ കൃപാസന പത്രം എടുത്ത് ചുമ്മാ ഒന്ന് വായിച്ച് നോക്ക്, നീ പത്രം വായിക്കുക, കൃപാസന പത്രം വായിക്കാൻ ഇങ്ങനെ മനസ്സ് തോന്നുന്നുണ്ട്. പക്ഷെ ഞാൻ അപ്പോഴും പഠിച്ചുകൊണ്ടിരുന്നു. ഞാനിവിടുന്ന് ആദ്യം ഉടമ്പടി എടുത്തപ്പോൾ നവംബർ മാസത്തെ പത്രം എനിക്ക് കിട്ടിയായിരുന്നു. പക്ഷെ ഞാൻ എന്നിട്ടും അതെടുത്ത് വായിക്കുന്നില്ല. എൻ്റെ അടുത്ത് ആരോ ഇങ്ങനെ പറയുന്നുണ്ട്, നീ വായിക്കുക, പത്രം എടുത്ത് വായിക്കുക. അപ്പം ഞാൻ ഓൾറെഡി അതിൻ്റെ ഒരു ഫ്രണ്ടിലത്തെ പേജ് മാത്രം വായിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാനങ്ങനെ പത്രം എന്തായാലും വായിക്കാമെന്ന് വെച്ചിട്ട് ഞാൻ എൻ്റെ ബുക്ക് അടച്ച് വെച്ചിട്ട് പത്രം എടുത്ത് ഞാൻ 2ാമത്തെ പേജ് തിരിക്കുകയും ഞാൻ ആദ്യം വായിച്ച സാക്ഷ്യം കേട്ടിട്ട് ഞാൻ ഞെട്ടിപ്പോയി. എനിക്ക് കരച്ചിൽ വന്നു. കാരണം ഞാൻ അപ്പം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥ എന്താണോ അതായിരുന്നു ആ പത്രത്തിൽ വേറൊരു കുട്ടിയുടെ സാക്ഷിയായിട്ട് അവിടെ എഴുതിയേക്കുന്നത്. കാരണം എന്നെപ്പോലെ BSc നഴ്സിംഗ് പഠിക്കുന്ന നിമ്മി എന്ന് പറഞ്ഞൊരു കുട്ടിയുടെ സാക്ഷ്യം ഞാൻ ആ സമയം അനുഭവിച്ചുകൊണ്ടിരുന്ന ബുദ്ധിമുട്ടായിരുന്നു ആ പത്രത്തിലുണ്ടായിരുന്ന ആ സാക്ഷ്യത്തിൽ. ആ കുട്ടിയെ പരീക്ഷ എങ്ങനെയാണ്, ആ ബുദ്ധിമുട്ടുള്ള പരീക്ഷ ആ കുട്ടി എഴുതിയെന്നും മാതാവ് എങ്ങനെയാണ് അവളെ അത്ഭുതപരമായിട്ട് വിജയിപ്പിച്ചതെന്നുള്ള സാക്ഷ്യമായിരുന്നു. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി, മാതാവ് എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ നോക്കുവാണ്, സമാധാനമായിട്ട് ഇരിക്കുക എന്ന് എൻ്റെ അടുത്ത് പറയാൻ നോക്കുവാന്ന് എനിക്ക് മനസ്സിലായി. അങ്ങനെ ഞാൻ എൻ്റെ എക്സാം എഴുതാൻ പോയി. കാശരൂപവും അതുപോലെ തന്നെ ഞാൻ ഉപ്പ് എൻ്റെ എക്സാം ഹാളിലിട്ടു. എൻ്റെ ഫ്രണ്ട്സിന് എല്ലാവർക്കും ഞാൻ തൈലം കുരിശ് വരച്ച് കൊടുത്തു. അങ്ങനെയാണ് ഞങ്ങളെല്ലാവരും എക്സാമിന് പോയത്. എല്ലാ എക്സാമും എല്ലാവർക്കും പാടായിരുന്നു. ഫ്രണ്ട്സൊക്കെ വന്നിട്ട് അവരെഴുതി ഉത്തരവൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ ഓർക്കും, ഞാൻ ഇതൊന്നും അല്ലല്ലോ എഴുതിയേ, ഞാൻ ഇങ്ങനെ ജയിക്കുന്നേ. ഫൈനൽ ഇയർ ആണ്, എനിക്ക് ഭയങ്കര ടെൻഷനായിരുന്നു. അപ്പം ഞാനിങ്ങനെ പൊതുവേ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ആലോചിക്കുന്നൊരു വ്യക്തിയാണ്. കാരണം ഞാൻ മാത്രം തോറ്റുപോവോ, ഞാൻ എന്ത് ചെയ്യും, അങ്ങനെയൊക്കെ ഏറ്റവും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ എപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പം ഇങ്ങനത്തെ ചിന്തകളൊക്കെ എൻ്റെ മനസ്സിൽ വരുമ്പോൾ ഒരു വചനം എൻ്റെ മനസ്സിൽ വരും, നിൻ്റെ ദൈവമായ കർത്താവ് വിജയം നൽകുന്ന യോദ്ധാവ് നിൻ്റെ മധ്യമുണ്ട്. ഇത് ഞാനിങ്ങനെ ബുക്കിൽ എഴുതുകയും ഒത്തിരി പ്രാവശ്യം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ കഴിഞ്ഞ ആഴ്ച ഇവിടെ ചൊവ്വാഴ്ച ധ്യാനം നടന്നുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ റിസൾട്ട് വന്നു. അപ്പം ഞാൻ കഴിഞ്ഞ ഞായറാഴ്ചത്തെ ധ്യാനം ഇവിടെ ഓൾറെഡി ഇവിടെ വന്ന് ഞാൻ ധ്യാനം കൂടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വേറൊരു ധ്യാനം
അച്ഛൻ്റെ ധ്യാനം 11:30 ആയപ്പോൾ ഞാൻ ഇവിടെ യൂട്യൂബിൽ ധ്യാനം നടക്കുന്ന സമയത്ത് വേറൊരു ധ്യാനം എടുത്ത് കണ്ട്. അപ്പം എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും വിളിക്കുക എന്നെ, നീ റിസൾട്ട് നോക്ക്, നിൻ്റെ റിസൾട്ട് വന്നു. അപ്പോഴൊന്നും എനിക്ക് ധ്യാനം കഴിയാതെ എനിക്ക് റിസൾട്ട് കാണണ്ട. ഞാൻ 2 മണിക്കൂറുള്ള ധ്യാനം കൂടി കഴിഞ്ഞിട്ട് എൻ്റെ റിസൾട്ട് നോക്കിയപ്പോൾ എനിക്ക് ഇന്നേ വരെ കിട്ടാത്ത മാർക്ക് മാതാവ് എനിക്ക് തന്നെ എന്നെ പാസ്സാക്കി. ഞാൻ ബാച്ചിൽ ഏറ്റവും അവസാനം പാസ്സായിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ഇപ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ പാസ്സാവും, 1/2 മാർക്ക് പോയാൽ ഞാൻ തോറ്റു പോകും, അങ്ങനെ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷേ ഈ പ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ ആദ്യത്തെ പേജിൽ തന്നെ, അതായത് റാങ്ക് ലിസ്റ്റിന് ആദ്യത്തെ പേജിൽ തന്നെ എൻ്റെ പേരുണ്ട് 17ാമത്. അത്രയും മാർക്ക് വന്ന് ഞാൻ മാതാവിൻ്റെ അടുത്ത് ഒന്നും ചോദിച്ചില്ല, എന്നെ പാസ്സാക്കി തന്നാൽ മതി എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷെ മാതാവ് എന്നെ ഒത്തിരി മാർക്ക് തന്ന് പാസ്സാക്കി. അപ്പം ഞാൻ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ എൻ്റെ മെറിറ്റിൽ മാത്രം വിശ്വസിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയായിരുന്നു. ദൈവത്തെ എൻ്റെ അവസരോചിതമായിട്ട് ഞാൻ ദൈവത്തെ വിളിക്കുന്ന ഒരാളായിരുന്നു. എൻ്റെ ആവശ്യം കഴിയുമ്പോൾ ഞാൻ ദൈവത്തിന് നന്ദി പറയുമോ, അല്ലെങ്കിൽ ഞാൻ പറയും ഞാൻ പഠിച്ചുകൊണ്ടാണ് കിട്ടിയേ, അങ്ങനെയൊക്കെ പറയുന്നൊരു വ്യക്തിയായിരുന്നു ഞാൻ. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ കഴിവ് കൊണ്ടല്ല, മാതാവിൻ്റെ കൃപ കൊണ്ട് എനിക്ക് കിട്ടിയ അനുഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കൂടെയൊക്കെ ഞാൻ ഇങ്ങനെ ഒരു വ്യക്തിയായിരുന്നില്ല. ഞാൻ എൻ്റെ ഭയങ്കര റൂഡായിട്ടും ഭയങ്കര ആറ്റിറ്റ്യൂഡൊക്കെ ഉള്ള ഒരാളായിരുന്നു ഞാൻ. എപ്പോഴും ഫ്രണ്ട്സിൻ്റെ കൂടെ കളിയും ചിരിയും തമാശയും അങ്ങോട്ടും ഇങ്ങോട്ടും കളിയാക്കിയൊക്കെ ഇരിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. ഇപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്ത് ഈശോനെ പറ്റിയും മാതാവിനെ പറ്റിയും ഇവിടുത്തെ സാക്ഷ്യങ്ങളെക്കുറിച്ചും അച്ഛൻ ധ്യാനത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെയാണ് ഞാൻ അവരുടെ അടുത്ത് സംസാരിക്കുന്നത്. എന്നും രാവിലെയും വൈകിട്ടും ഞാൻ ഇവിടുത്തെ ഡെയിലി ബ്രെഡ് ഞാൻ എൻ്റെ ഫ്രണ്ട്സിന് അയച്ചു കൊടുക്കും 5:30 തന്നെ. അപ്പോൾ അവരിങ്ങനെ ചോദിക്കും, നീ എന്ന് രാവിലെ എങ്ങനെയാണ് എണ്ണീറ്റിരുന്ന് പ്രാർത്ഥിക്കുന്നേ? ക്രിസ്ത്യൻ ഫ്രണ്ട്സ് തന്നെ ചോദിക്കും, ഞങ്ങൾക്ക് പോലും ഇങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റുന്നില്ല, ഞങ്ങൾ പോലും ഇങ്ങനെ ഫുള്ള് ബൈബിൾ വായിച്ച് തീർത്തിട്ടില്ല, നിനക്ക് എങ്ങനെ ഇതൊക്കെ സാധിക്കുന്നതെന്ന് ഇങ്ങനെ ചോദിക്കും. അപ്പം ഞാൻ പറയും, ഞാൻ ഉടമ്പടി എടുത്തിട്ടുണ്ട്, എനിക്ക് മാതാവ് അതിനുള്ള കൃപകൾ തരുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതെന്ന് ഞാൻ പറയും. അപ്പോൾ ഇത്ര അനുഗ്രഹം തന്ന മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 37-ാം അധ്യായത്തിൽ 11 മുതലുള്ള തിരുവചനങ്ങളിൽ അരുളിച്ചെയ്യുന്നു, ഞങ്ങളുടെ അസ്ഥികൾ വരണ്ടിരിക്കുന്നു, പ്രതീക്ഷ നശിച്ചിരിക്കുന്നു, ഞങ്ങൾ തീർത്തും പരിത്യക്തരായിരിക്കുന്നു എന്നവർ പറയുന്നു. ആകയാൽ അവരോട് പ്രവചിക്കുക, ദൈവമായ കർത്താവ് അരുളിച്ചെയ്യുന്നു, എൻ്റെ ജനമേ, ഞാൻ കല്ലറകൾ തുറന്ന് നിങ്ങളെ ഉയർത്തും, ഇസ്രായേൽ ദേശത്തേക്ക് ഞാൻ നിങ്ങളെ തിരികെ കൊണ്ടുവരും, എൻ്റെ ആത്മാവിനെ ഞാൻ നിങ്ങളിൽ നിവേശിപ്പിക്കും. അനഘ തൻ്റെ BSc ഫൈനൽ ഇയർ പാസ്സായതിൻ്റെ സാക്ഷ്യമാണ് ഇവിടെ പങ്കുവയ്ക്കുന്നത്. തൻ്റെ റിസൾട്ട് തനിക്ക് വന്നപ്പോൾ താൻ ഉടമ്പടി ആരാധന കൂടിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഉടമ്പടി ആരാധന കഴിഞ്ഞിട്ട് മാത്രം എനിക്ക് റിസൾട്ട് കണ്ടാൽ മതി, അത് അമ്മ എനിക്ക് വേണ്ടിയിട്ട് എല്ലാം ചെയ്ത ഒരു പരീക്ഷയാണ്. അപ്പോഴമ്മ തന്നെ ആ റിസൾട്ടൊക്കെ നോക്കിയിട്ടുണ്ട്. ആ ഒരു ഉറച്ച ബോധ്യമാണ് പിന്നീട് തൻ്റെ റിസൾട്ട് നോക്കുമ്പോൾ തനിക്ക് കിട്ടുന്നത്. അതായത് ലാസ്റ്റായിരുന്നു താൻ എല്ലാറ്റിനും, ലാസ്റ്റ് മാത്രം തൻ്റെ പേരുണ്ടാകും ഒരു ലിസ്റ്റിൽ. എന്നാൽ ഈ ഫൈനൽ ഇയർ റിസൾട്ട് തനിക്ക് എങ്ങനെയാണ് ഏറ്റവും നല്ല ഒരു റിസൾട്ടായത്? എങ്ങനെയായിരുന്നു ആ റിസൾട്ട്? എനിക്ക് 70% മാർക്ക് തന്ന മാതാവിനെ പാസ്സാക്കിയത്. അതായത് ഡിസ്റ്റിങ്ഷൻ അടുത്ത മാർക്കാണ് ഈ മകൾക്ക് ലഭിക്കുന്നത്. അങ്ങനെ തൻ്റെ ജീവിതത്തിൽ തനിക്ക് ഇന്ന് ഈശോയും അമ്മയുമൊക്കെ എങ്ങനെ തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി, എന്നോടാരും പറയണ്ട, എനിക്ക് ഉടമ്പടി എടുക്കാൻ തോന്നുമ്പോഴേ ഞാൻ എടുക്കുകയുള്ളൂ എന്ന് പറഞ്ഞ മകള് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ സാഹചര്യങ്ങൾ ഉണ്ടാകുന്നു. കൃപാസന പത്രം അത് തൻ്റെ കയ്യിൽ ഒരെണ്ണമുണ്ട്. തൻ്റെ അമ്മ 5 വർഷമായിട്ട് ഉടമ്പടിയിൽ ജീവിക്കുന്ന അമ്മയാണ്. ഈശോയെയും അമ്മയെയും തൻ്റെ പെറ്റമ്മ അറിഞ്ഞ നിമിഷം മുതൽ ഈ മകളോടും പറയുന്നുണ്ട്, നിനക്കും 18 വയസ്സ് കഴിഞ്ഞല്ലോ, നീയും ഉടമ്പടി എടുക്കുക. പിന്നീട് തനിക്ക് ഉടമ്പടി എടുക്കാനായിട്ടുണ്ടായ സാഹചര്യങ്ങളും, അതുപോലെ പരീക്ഷയുടെ തലേ ദിവസം തനിക്കൊന്നും മനസ്സിലാകുന്നില്ല, ഫൈനൽ ഇയർ എക്സാം. അപ്പോഴാണ് കൃപാസന പത്രം വായിക്കുക എന്ന് തൻ്റെ ഉള്ളിലിരുന്ന് തനിക്കൊരു തോന്നൽ, ആരോ തന്നോട് പറയുന്നു, നീ അതെടുത്ത് വായിക്ക്. കൃപാസന പത്രം വായിച്ചനുഭവിക്കുന്ന കൃപ അതൊന്ന് വേറെ തന്നെ എന്നുള്ളതും ഈ സാക്ഷ്യത്തിലൂടെ ഈ മകൾ വ്യക്തമാക്കുകയാണ്. താൻ ആ പത്രം ആദ്യത്തെ ഒരു പേജ് മാത്രം ജസ്റ്റ് ഒന്ന് കണ്ണോടിച്ചിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. കൃപാസന പത്രം എന്ന് പറയുന്നത് തിരുവചനങ്ങൾ
വെന്ത് നമുക്ക് കിട്ടിയിരിക്കുന്ന, അതായത് ബൈബിള് നെല്ലാണെങ്കിൽ ആ ബൈബിൾ വെന്ത് ഇറങ്ങിയിരിക്കുന്ന ചോറാണ് കൃപാസന പത്രം. അതാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ ആ പത്രത്തെക്കുറിച്ച് നമ്മോട് പറയുക. അങ്ങനെ നമുക്ക് കിട്ടിയിരിക്കുകയാണ്, റെഡി ക്യാഷാണ് ആ പത്രത്തിലുള്ളത്. അത് നാം പിന്നീട് അനുഭവിക്കുക മാത്രമേ വേണ്ടൂ. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുവാനായിട്ട് വെന്ത നല്ല ചോറ് നമുക്ക് ലഭിച്ചിരിക്കുകയാണ്, തിരുവചനങ്ങൾ അടങ്ങിയ. അത് ഈ മകൾ ഭക്ഷിക്കുന്നു. അതായത് താൻ അത് വായിക്കുകയാണ്. ആത്മാർത്ഥമായിട്ട് വായിച്ചപ്പോൾ വചനങ്ങൾ തന്നിലേക്ക് ആഴ്ന്നിറങ്ങി. തൻ്റെ തന്നെ ഒരു സാക്ഷ്യം തനിക്ക് അവിടെ കാണുവാൻ കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് അമ്മയ്ക്കറിയാം, പരിശുദ്ധ അമ്മയ്ക്കറിയാം ഈ മകൾക്ക് വേണ്ട ഒരു അനുഭവ സാക്ഷ്യം അതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അതുകൊണ്ട് തന്നെയാണ് അമ്മ പറയുന്നത്, നീ ആ പത്രം എടുത്ത് വായിക്കാൻ. അത് വായിച്ചപ്പോൾ തന്നെ തനിക്ക് കുറച്ച് ഉന്മേഷം തോന്നി. പിന്നീട് താൻ പഠിച്ചു. എന്നാൽ പരീക്ഷ തനിക്ക് ഒത്തിരി ടഫായിരുന്നു. തനിക്ക് ആ പരീക്ഷ താൻ എഴുതിയ പരീക്ഷയായിട്ടല്ല, പരിശുദ്ധ അമ്മ എഴുതിയ പരീക്ഷ. തൻ്റെ കൂട്ടുകാർക്കൊക്കെ താൻ തൈലം പൂശി പ്രാർത്ഥിക്കുന്നു. വിശുദ്ധ ഉപ്പ് താനിരുന്ന ചെയറിൻ്റെ അടിയിൽ ഈ മകളിട്ട് അങ്ങനെയൊക്കെ താൻ പരീക്ഷ എഴുതി. കാശ് രൂപം കയ്യിലുണ്ട്. അങ്ങനെ ഏറ്റവും നല്ല ഒരു റിസൾട്ട് തനിക്ക് കിട്ടിയതിൻ്റെ അനുഭവമാണ് ഈ മകൾ ഇവിടെ വന്ന് പറയുക. ഇന്ന് താൻ എന്താണ്, ഇന്ന് തനിക്ക് സമയമില്ല വേസ്റ്റാക്കാൻ. തൻ്റെ കൂട്ടുകാരുടെ കൂടെ കൂടി മറ്റുള്ളവരെ കളിയാക്കിയിരുന്ന ആ ഒരവസ്ഥയിൽ നിന്ന് ഇന്ന് താൻ പ്രാർത്ഥന, അതും എത്രയും വെളുപ്പിനെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു. മറ്റുള്ളവർക്കൊരു സാക്ഷ്യമായിട്ട് താൻ ഇന്ന് മാറി. നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം, ദൈവത്തെ മഹത്വപ്പെടുത്താം, ആരാധിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.